ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരു HTML പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ എങ്ങനെ ഇതിലേക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ചില കേസിൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് ഡേറ്റാസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡേറ്റ ഞാനിവിടെ നിന്ന് കോപ്പി എടുക്കാൻ പോകുന്നു. ഇതിപ്പം ഒരു ടേബിളാണ്. ഞാനിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. ഈ ഒരു സൈറ്റ് വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഇതാണ്. ഇതിനകത്ത് നമുക്ക് വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാനലുകളും എല്ലാ സോഫ്റ്റ്വെയറുകളെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തു നിന്നുള്ള കോപ്പി എടുക്കുന്നു, ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഞാൻ ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് മൗസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് എത്രത്തോളം ഡേറ്റ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുന്നു. ഇവിടെ അടുത്തൊരു ഷീറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഷീറ്റിലേക്ക് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഇവിടെ പേസ്റ്റിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ സോഴ്സ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്ത് തന്നെ ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഡേറ്റ എല്ലാം ഓരോ കോളത്തിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്നിടവിട്ടുള്ള കളങ്ങളിൽ നമുക്ക് ഒരു ഡാർക്കൺ ആയിട്ടുള്ള കളറുകൾ ഒന്നിടവിട്ടുള്ള സെല്ലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു റോയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു റോ വൈറ്റ് കളർ, ഒരു റോ ഗ്രേ കളർ. അപ്പോൾ സെയിം ഫോർമാറ്റിംഗ് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, എക്സാക്റ്റ് ഡേറ്റ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് പേസ്റ്റിനകത്തുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വാല്യൂ മാത്രം പേസ്റ്റ് ആകുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് കൊണ്ട് മൗസ് വെക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണിക്കും ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ്. അത് നമുക്ക് നോർമൽ രീതിയിലേക്ക് മാത്രം ഫോർമാറ്റിംഗ് കിട്ടും. അതായത് നമുക്ക് ജസ്റ്റ് ഡേറ്റ മാത്രം ഇവിടത്തേക്ക് കിട്ടും, ബാക്കിയുള്ള ഫോർമാറ്റിങ്ങും കാര്യങ്ങളും കിട്ടില്ല. അതായത് ഇതിനകത്ത് ബോൾഡായിട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ബോൾഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആദ്യത്തെ തവണ നമ്മൾ ചെയ്തപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ കറക്റ്റായിട്ടുണ്ട്, ഫോണ്ട് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിഫോൾട്ട് ഫോണ്ട് ഏതാണോ ആ ഫോണ്ടിൽ നമുക്കിവിടെ പേസ്റ്റ് ആക്കി ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിഫോൾട്ടായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കാലിബ്രി എന്ന് പറയുന്ന ഫോണ്ടാണ്. അതിലേക്ക് തന്നെയാണ് ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ആദ്യം കൊടുത്ത മെത്തേഡ് വഴി ഏരിയയിലാണ് പേസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണ് പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് ഓപ്ഷൻസ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു കോപ്പി എടുക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം രീതിയുണ്ട്. അതായത് ഫോർമുലകളായിട്ട് നമുക്ക് കോപ്പി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അഡീഷണൽ ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അപ്പം പേസ്റ്റിന് നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിനനുസരിച്ച് ഇവിടുത്തെ മെനുവിലും വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി എടുത്തുകൊണ്ടാണ് ആ ഒരു മെനു നമുക്കിവിടെ അപ്ലൈ ആയത്. നമുക്ക് ഡേറ്റ നമ്മൾ എടുക്കുന്ന ഡേറ്റ കോപ്പി എടുക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇവിടെ വരുന്ന ലിസ്റ്റ് ചെയ്യുന്ന പേസ്റ്റിൻ്റെ ഓപ്ഷൻസിലും നമുക്ക് വ്യത്യാസം വരും. ഓക്കെ, അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സോഴ്സിൽ നിന്ന് നമുക്കിതിലേക്ക് ഡേറ്റ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. എനിക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സുകൾ തുടർന്നും കാണുക. താങ്ക് യു.